ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ച കാലം പഠിച്ച വചനം, അതായത് 17 മുതൽ 20-ാം തീയതി വരെ പഠിച്ച വചനങ്ങൾ നാം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ വിചാരിക്കുകയാണ്, എല്ലാ ഞായറാഴ്ചയും ആ ഒരാഴ്ചക്കാലം പഠിച്ച വചനങ്ങൾ ആവർത്തിക്കുവാനും ഒന്ന് ഓർത്തെടുക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി ഞായറാഴ്ച ദിവസം നമുക്ക് ഉപയോഗിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. 17-ാം തീയതി പഠിച്ച വചനം സങ്കീർത്തന പുസ്തകം 145:13, വചനം 13. സങ്കീർത്തന പുസ്തകം 145:13 വചനം. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. ആ വചനമായിരുന്നു നമ്മൾ 17-ാം തീയതി പഠിച്ചത്. The Lord is faithful in all his words and gracious in all his deeds. 18-ാം തീയതി പഠിച്ച വചനം സങ്കീർത്തന പുസ്തകം തന്നെ 33-ാം അധ്യായം അതിൻ്റെ 18-ാം വചനമായിരുന്നു. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. ഇത്ര സുന്ദരമായ ഒരു വചനമായിരുന്നു അല്ലേ? തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. ഇനി 19-ാം തീയതി പഠിച്ച വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8-ാം വചനമായിരുന്നു. അത് നമുക്ക് ഒരു ശക്തി തരുന്ന, സംരക്ഷണം തരുന്ന ഒരു വചനമായിരുന്നു. ഓർത്തെടുക്കാം. വചനം ഇതാണ്: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. വചനം എത്ര ശക്തമാണ്! I will encamp at my house as a guard, so that no one shall march to and fro, no oppressor shall again overrun them. For now I have seen with my own eyes. അതാണ് ആ വചനം. പ്രിയപ്പെട്ടവരെ, 20-ാം തീയതി പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. The book of the prophet Isaiah, chapter 40, verse 31. അതിങ്ങനെയാണ് പറയുന്നത്: കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അതാണോ എത്ര മനോഹരമായ! കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളും വീണ്ടും ശക്തി പ്രാപിക്കുകയും അവർ തളർന്നു പോയി എന്ന് തോന്നുമ്പോഴും കർത്താവിൻ്റെ വചനം പറയുകയാണ്: കർത്താവിൽ ആശ്രയിക്കുക, അപ്പോൾ വീണ്ടും നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും നിങ്ങൾ കഴുകന്മാരെ പോലെ, ഉപമിച്ചിരിക്കുന്നത് കഴുകന്മാരെയാണ്, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതായിരുന്നു വചനം. അങ്ങനെ 4 വചനങ്ങളാണ് 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ നാം പഠിച്ചത്. ഒന്നുമായിട്ടില്ല. 37,526 വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതിൻ്റെ 1% പോലും നാം പഠിച്ചിട്ടില്ല. വീണ്ടും അത് പഠിച്ചെടുക്കുവാനായിട്ടുള്ള 1%മെങ്കിലും വചനം നമ്മൾ അറിയണ്ടേ? അത് അല്ലെങ്കിൽ നമുക്ക് മോശമല്ലേ? അതുകൊണ്ട് 1% വചനമെങ്കിലും നമ്മൾ പഠിക്കണം. 1%മല്ല, മുഴുവൻ വചനങ്ങളും പഠിക്കാനായിട്ടൊരു ശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്